ഹജ്ജിന്റെ സമയമൊക്കെ ആയതുകൊണ്ട് ഹജ്ജിന് മുമ്പ് ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ, ഹജ്ജിന് യാത്ര പുറപ്പെടേണ്ടതിന് മുമ്പേ ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹജ്ജിന്റെ കർമ്മങ്ങളല്ല, ഹജ്ജിന് അമൽ ചെയ്യാനുള്ള ഹജ്ജിന്റെ 5-6 ദിവസത്തെ ജോലിയല്ല പറയുന്നത്. ഹജ്ജിന് പുറപ്പെടാൻ തയ്യാറെടുക്കുന്നതിന് മുമ്പ് നാം എന്തൊക്കെ ചെയ്യണം അത് മനസ്സിലാക്കണം. അതിനി നമുക്കിപ്പോ ഷവ്വാല്, ഇപ്പൊ റമദാനായി, റമദാനിൽ നമുക്കൊരു ഇതിനു വേണ്ടി ഒരു സദസ്സ് സംഘടിപ്പിക്കാൻ കഴിയില്ല. പിന്നെ ഷവ്വാൽ പിന്നെ അടുത്ത ഹജ്ജിലേക്കുള്ള യാത്രയ്ക്കുള്ള സമയവും തിരക്കുമായി. അപ്പൊ അതുകൊണ്ട് ഹജ്ജിന് പോകുന്നവരും പോകാത്തവരും അവർക്കും എല്ലാവർക്കും കൂടി ഉൾക്കൊള്ളുന്ന തരത്തിൽ അതിന്റെ ഒരു മുൻ ഒരുക്കം എന്ന നിലയിലുള്ള ഒരു പ്രഭാഷണമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഈ വിനീതൻ ആഗ്രഹിക്കുന്നത്. ഇൻഷാ അള്ളാഹ് നമ്മുടെ ഈ വിഷയം, നമ്മുടെ വിഷയത്തിന്റെ 9ാമത്തെ ഭാഗത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കടപ്പാടുകളാണ്, കടമകളാണ്. അപ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള കടമ എന്ത്, ഭർത്താവിന് ഭാര്യയ്ക്കോടുള്ള കടമ എന്ത്, രണ്ടുപേർക്കുമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കടമകൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചും ഭാര്യമാരോടുള്ള സല്ലാപത്തെ സംബന്ധിച്ചും എങ്ങനെ ഭാര്യയോട് സല്ലപിക്കണം, സംസാരിക്കണം, അവളോട് ഇടപഴകേണ്ടത് ഏത് രീതിയിൽ എന്നതിനെ കുറിച്ചുമെല്ലാം നമുക്ക് വിശദമായി സംസാരിക്കേണ്ട ചർച്ച ക്ലാസ്സുകൾ നമുക്കിനി ഉണ്ട്. അതുകൊണ്ട് അതൊരു വലിയ ഗൗരവമേറിയ വിഷയമാണ്. അതുപോയി എല്ലാം കൂടി ഇട്ട് കൂട്ടിക്കുഴയ്ക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ഇൻഷാ അള്ളാഹ് അതൊരു അടുത്ത സദസ്സിലേക്ക് നമുക്കത് മാറ്റിവെക്കാം. അതുകൊണ്ട് മുൻകൂറായിട്ട് ഞാൻ ജാമ്യം എടുക്കുകയാണ്. അത് നമ്മൾ നോട്ടീസ് അടിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ക്ലാസ് ഹജ്ജിന്റെ നടത്തി കളയാം ഈ പ്രാവശ്യമാണ്. അപ്പോ അല്ലെങ്കിൽ ആ നോട്ടീസിൽ തന്നെ കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് ഹജ്ജിന് പോകുന്നവർ മാത്രമല്ല ഇത് ശ്രദ്ധിക്കേണ്ടത്, ഹജ്ജിന് പോകാത്തവർക്കും കൂടി ഗുണപാഠമുള്ള വിഷയമാണ് ഈ പറയുന്നത്. ഹാജിമാർക്ക് മാത്രമല്ല. അതുകൊണ്ട് നമ്മൾ ഇനി പോയി പറയുന്ന ഹാജിമാർക്ക് മാത്രമാണല്ലോ എന്ന് കരുതണ്ട. എല്ലാ മുഅ്മിനീങ്ങൾക്കും, എല്ലാ മുസ്ലിം സഹോദരി സഹോദരന്മാരും അംഗീകരിക്കേണ്ട വിഷയമാണ് ഈ പറയുന്നത്. അത് നിങ്ങൾ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കണം. ഹജ്ജിന്റെ ക്ലാസ്, ഹജ്ജിന്റെ പഠനം, ഹജ്ജ് പഠന ക്ലാസ് എന്ന് പറയുന്നത് വലിയ വിഷയമേ അല്ല. ഹജ്ജ് എന്ന് പറയുന്നത് 5 ദിവസം കൊണ്ട് ചെറിയ തോതിൽ ചെയ്തു തീർക്കാവുന്ന ഒരു കർമ്മമാണ്. 5-6 ദിവസം കൊണ്ട് ചെറിയ തോതിൽ ചെയ്തു തീർക്കാവുന്ന ഒരു കാര്യമാണ് ഹജ്ജ്. അതിനുവേണ്ടി നമ്മൾ ഇപ്പോഴേ പുസ്തകങ്ങളൊക്കെ എടുത്ത് പിടിച്ച് ഇങ്ങനെ കാണാതെ പഠിച്ച് നടക്കേണ്ട ഒരു കാര്യമില്ല. ആളുകളെ പേടിപ്പിക്കുകയാണ്. ഹജ്ജ് ഹജ്ജ് അത് കാണാൻ പഠിക്കണം, ഇത് പഠിക്കണം, അത് പഠിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഹജ്ജ് 2 ലക്ഷം റുപ്യ എല്ലാം പോയി വസാദായി എന്ന് നമ്മൾ ആകെ ടെൻഷനിലാകേണ്ട കാര്യമില്ല. ഹജ്ജ് എന്ന് പറയുന്നത് വളരെ എളുപ്പം ചെയ്യാൻ പറ്റിയ ഒരു കർമ്മമാണ് ഹജ്ജ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇബാദത്തുകളിൽ വെച്ച് പടച്ചവന് ഏറ്റവും ശ്രേഷ്ഠവും ഇഷ്ടപ്പെട്ടതുമായ ഒരു അമലാണ് ഹജ്ജ്. അപ്പൊ ആ ഹജ്ജിന്റെ കർമ്മം ചെയ്യൽ വളരെ എളുപ്പമാണ്, ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഹജ്ജിന്റെ കർമ്മം നമുക്ക് ഇന്ന് എങ്ങനെ ചെയ്യണം, നാളെ എങ്ങനെ ചെയ്യണം എന്നതിനെ കുറിച്ച് ഇൻഷാ അള്ളാഹ് കാര്യ ഗൗരവത്തോടുകൂടി വിനീതൻ പറഞ്ഞു തരാം. അത് നമുക്ക് സമയമുണ്ട്. നമുക്ക് അള്ളാഹുവിന്റെ തൗഫീഖ് ചെയ്ത് ഹാജിമാർക്ക് താമസിക്കാൻ സൗകര്യവും ഹജ്ജിന് മുമ്പ് 25 ദിവസത്തോളം മദീനയിലേക്ക് പോകുന്നതിന് മുമ്പ് മക്കയിൽ നമ്മൾ 25 ദിവസം താമസിക്കും ഇൻഷാ അള്ളാഹ്. ആ 25 ദിവസത്തിലും മദീനയിലുള്ള യാത്രയിലും മദീനയിൽ താമസിക്കുന്ന 8 ദിവസങ്ങളിലും നമുക്ക് ഹജ്ജ് എന്താണ് എന്ന് മനസ്സിലാക്കാം. അപ്പൊ എളുപ്പം നിങ്ങൾക്ക് ഓർമ്മ നിൽക്കും. ഇപ്പൊ നമ്മൾ ഇങ്ങനെ പറഞ്ഞു തന്നാല് നമുക്കൊന്നും മനസ്സിലാവൂല. അപ്പൊ ഓരോ ദിവസം 25 ദിവസങ്ങളിൽ നമുക്ക് റൂമിൽ നമ്മൾ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി സ്വസ്ഥമായി നമുക്ക് പഠിപ്പിച്ചു തരാൻ കഴിയും. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹജ്ജിന്റെ കർമ്മത്തെക്കാളും ചെയ്യേണ്ട വലിയൊരു കാര്യമാണ്. ഹജ്ജ് കബൂലാകണമെങ്കിൽ, ഹജ്ജ് ശരിയാകണമെങ്കിൽ, നാം ഉദ്ദേശിക്കുന്ന യാത്ര അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതാകണമെങ്കിൽ നാം ചെയ്യേണ്ട കുറെ കർമ്മങ്ങളും കർത്തവ്യങ്ങളും ഉണ്ട്. അത് ചെയ്ത് ഹറമിൽ പോയി ചെയ്യാമെന്ന് പറഞ്ഞാൽ നടക്കൂല. ഹജ്ജിന് പോകുന്നതിന് 1 ദിവസം മുമ്പോ 2 ദിവസം മുമ്പോ ഒരാഴ്ചക്ക് മുമ്പോ ചെയ്യാമെന്ന് കരുതിയാൽ നടക്കൂല. ഇന്ന് മുതൽ നാം അതിനു വേണ്ടി തയ്യാറെടുപ്പ് നടത്തണം. അതിനാണ് നമ്മളിപ്പോ വിളിപ്പിച്ചു കൂട്ടിയത്. എങ്കിൽ മാത്രമേ യാത്ര ശരിയാവൂ. ഹജ്ജ് നമസ്കരിക്കൽ എളുപ്പമാണ്,
നമസ്കരിക്കുന്നതിനെ കുറിച്ച് ഇപ്പൊ ളുഹർ നമസ്കാരം, അസ്ർ നമസ്കാരം, ഇശാ നമസ്കാരം, മഗ്രിബ് നമസ്കാരം വന്ന് നമസ്കരിക്കാന്ന് പറഞ്ഞ ഇമാമിന്റെ പിറകെ വന്ന് കൈകെട്ടി നിന്നാൽ മതി, പ്രശ്നമില്ല. പക്ഷെ ഹജ്ജ് എന്ന് പറയുമ്പോൾ ഹജ്ജിന് പോകുന്നതിന് മുമ്പ്, നമസ്കാരത്തിന് മുമ്പ് ഒളുവെടുക്കുന്നത് എങ്ങനെ? അതൊരു ബുദ്ധിമുട്ട് പോലെ. മൂത്രമൊഴിക്കുക, ബാത്റൂമിൽ പോവുക, അതിൽ നിന്നെല്ലാം ശുദ്ധിയായി വരിക, ഇതൊക്കെ ഒരു ത്യാഗം എന്നതുപോലെ. അത് ശരിയാകാത്തിടത്തോളം കാലം, ഒളുവ് ശരിയാകാത്തിടത്തോളം കാലം, ശുദ്ധിയാകാത്തിടത്തോളം കാലം നമസ്കാരം സാധുവാവുകയില്ല എങ്കിൽ, ഹജ്ജിന് മുന്നൊരുക്കം ശരിയായില്ല എങ്കിൽ ഹജ്ജ് ശരിയാവുകയില്ല. നിസ്കാരം എളുപ്പമല്ലേ? ഇമാമിന്റെ പിറകെ അല്ലാഹു അക്ബർ എന്ന് കൈയ്യട്ടി ചുമ്മാ നിന്നാ മതി. ഹജ്ജിന് അത് തന്നെ. കല്ലെറിയാൻ പോകുന്ന സമയത്ത് കുറെ കല്ലെടുത്തോണ്ട് എറിഞ്ഞാൽ മതി, ശൈത്താനിന്റെ തലക്കിട്ട് 5-6 അതങ്ങനെ കൊടുക്കുക, എളുപ്പമാ. മിനായി പോയി താമസിക്കുക, ചുമ്മാ ഉറങ്ങാ, ദിക്റും ചെയ്ത് ഭാഗത്ത് ഉറങ്ങാം. അതിന് പഠിക്കണം പ്രത്യേകിച്ച്. അതിപ്പോ എന്താ പുസ്തകം കാണാൻ പഠിക്കണം. അറഫായിൽ പോയിട്ട് കുറെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ശരീക ലഹു മുൽക്കുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, തൽബിയത്തു ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക എന്ന് പറഞ്ഞുകൊണ്ട് അറഫായിൽ പോയി താമസിച്ച് അവിടെ നമസ്കരിച്ച് അവിടെ ദിക്റുകൾ ചൊല്ലി ദുആ ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് പുസ്തകം വല്ലതും കാണാൻ പഠിക്കണം. അതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. പിന്നെ അവിടുന്ന് നടന്ന് മുസ്ദലിഫയിൽ പോയി താമസിക്കുക, രാപ്പാർക്കുക, അതിൽ പ്രത്യേകിച്ച് വല്ലതും പഠിക്കണോ? ഒന്നുമില്ല. ഇത് ആരൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് കളഞ്ഞു. ഹജ്ജ് എന്ന് പറയുന്ന വലിയൊരു സാധനമാണ്, അത് നിങ്ങൾ ഇത്ര പുസ്തകം എടുത്ത് കാണാതെ പഠിച്ചു വെച്ച്, അതുകൊണ്ട് ഇങ്ങനെ കാണാൻ പഠിച്ച് നിങ്ങൾ പോയി പ്രസംഗിച്ചില്ല, അങ്ങ് പറഞ്ഞില്ല എങ്കിൽ നിങ്ങളുടെ ഹജ്ജൊന്നും അള്ളാഹു സ്വീകരിക്കില്ല. ആരോ പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിന് മലയാളം മനസ്സിലാവൂല, അതുകൊണ്ട് നിങ്ങൾ അറബിയിൽ പഠിച്ചോളി. ബഹുമാനമുള്ള സഹോദരങ്ങളെ, തവാഫ് ചെയ്യുമ്പോൾ ഈ പുസ്തകം എടുത്ത് വെച്ചുകൊണ്ട് തവാഫ് ചെയ്യുമ്പോൾ ആളുകളുടെ കോൺസെൻട്രേഷൻ എങ്ങോട്ടായിരിക്കും? അള്ളാഹുവിലേക്കല്ല, കഅബയിലേക്കല്ല, ഈ പുസ്തകത്തിലേക്കാണ്. അങ്ങനെ ചെയ്താൽ മതിയോ ഹജ്ജ്? അതുകൊണ്ട് ഇപ്പൊ 10, 50, 60 വയസ്സായ ഉപ്പുപ്പമാരും ഉമ്മുമ്മമാരുമാണ് ഹജ്ജിന് വേണ്ടി വരുന്നത്. ഈ 50, 60 വയസ്സ് ഉമ്മുമ്മമാരെടുത്ത് ഒരു വലിയൊരു തൗറാത്ത് എടുത്ത് കൊടുത്തിട്ട് ഇത് കാണാൻ പഠിക്കണം എന്ന് പറയാൻ നടക്കുന്ന കാര്യമാണോ ഇപ്പോ? അപ്പൊ അവൻ പറയും, എന്നെ കൊണ്ട് ഹജ്ജിന് വരാൻ പയ്യ, ഞാൻ ആരെങ്കിലും ഏൽപ്പിച്ചേക്കതാ, എന്നാ 2 ലക്ഷം റുപ്യ എനിക്ക് തരാം, നീ പോയി ഹജ്ജ് ചെയ്യ്, തീർന്ന്. അവർ നിരാശരായി പോകും. ഈ ഹജ്ജ് ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ രാവിലെ മുതൽ വൈകിട്ട് വരെ ഒന്നോ ഇത്രയും ഉണ്ടോ ഹജ്ജ് ക്ലാസ്? പഠിച്ചവനെ, ഞാനില്ലപ്പാ ഈ ഹജ്ജിന്. രാവിലെ മുതൽ വൈകിട്ട് വരെ തീരുവോ ഒരു ഹജ്ജ് ക്ലാസ്? ഒരുപക്ഷെ നമ്മുടെ ചിലപ്പോൾ തുടക്കം കൊടുക്കുക ഇതായിരിക്കും. നമുക്ക് ഒരു 1-2 ക്ലാസ്, അതിനപ്പുറത്ത് ഹജ്ജിന്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഹജ്ജിന്റെ ഒരുക്കങ്ങളെ ഞാൻ പറയുള്ളൂ. ഹജ്ജിന്റെ ക്ലാസ്, ഹജ്ജിന്റെ കർമ്മങ്ങൾ ഞാൻ ഇൻഷാ അല്ലാഹ് ഹറമിൽ വെച്ച് അല്ലാഹ് തൗഫീഖ് ചെയ്താൽ പഠിപ്പിച്ചു തരാം. അത് എളുപ്പമാണ്. ഇന്ന് ഇങ്ങനെ ചെയ്യണം, അവിടെ പോകണം, ഇവിടെ പോകണം, ഇങ്ങനെ ഒന്ന് കറങ്ങി വരണം, ഇങ്ങനെയൊക്കെ ചെയ്യാം. അത് വളരെ എളുപ്പം മനസ്സിലാക്കി തകരുന്ന രീതിയിൽ ചെയ്യാം. 10 മിനിറ്റ് ക്ലാസ് മതി അത്. പക്ഷെ ബാങ്ക് വിളിച്ച് നമസ്കരിക്കൽ എളുപ്പമാണ്. ബാങ്ക് വിളിച്ച ശേഷം നമസ്കാരത്തിലേക്ക് മുമ്പ് നാം തയ്യാറെടുക്കുമ്പോൾ ആ നമസ്കാരത്തിന് വേണ്ടി ഒളുവെടുക്കുക, നമസ്കാരത്തിന് വേണ്ടി തയ്യാറാവുക എന്ന് പറയുന്ന ഒരു ത്യാഗമല്ലേ? കടയിൽ ഫുലൂസ് എണ്ണിക്കൊണ്ടിരിക്കുന്നു, ബാങ്ക് വിളിച്ചു, നമ്മളെന്താ കരുതുന്നത്? അസറിന്റെ സമയം, പിന്നെ സമയമുണ്ട്, മഗ്രിബ് വരെ സമയമുണ്ട്, 2.5 മണിക്കൂർ സമയമുണ്ട്, പിന്നെ ആവട്ടെ, പിന്നെ പൈസ എണ്ണി എല്ലാം ഒതുക്കി, അടുത്ത കസ്റ്റമർ വന്ന് അവരെ ഒതുക്കി ഇവരെ ഒതുക്കി എല്ലാം ഒതുക്കി എടുത്ത് കണ്ടൊക്കെ പോകുമ്പോഴത്തേക്ക് മഗ്രിബിന് ബാങ്ക് വിളിക്കാൻ മുഅദ്ദിൻ സാഹിബ് കൊട്ടിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഓടിച്ചിട്ട് സ്പീഡ് പോസ്റ്റിൽ ഒരു നിസ്കാരമായിരിക്കും. നിസ്കാരം എളുപ്പമുണ്ട്, നമസ്കാരത്തിന് മുമ്പ് വരാനുള്ള തയ്യാറെടുപ്പാണ് ബുദ്ധിമുട്ട്. ആ ബുദ്ധിമുട്ട് കൊണ്ടാണല്ലോ പള്ളിയിൽ നിസ്കരിക്കാൻ വരാതെ നമ്മുടെ സമുദായം വീട്ടിൽ നമസ്കരിക്കുന്നത്. ആരെങ്കിലും ഒരാൾ ഒളുവെടുത്ത് പള്ളിയിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് നമസ്കാരത്തിന് വേണ്ടി അവൻ തയ്യാറായി നടന്നു വന്നാൽ അവന്റെ ഓരോ ചുവടുവെപ്പിനും ഓരോ നന്മ അല്ലാഹു എഴുതുകയും അവന്റെ ഓരോ തിന്മ അല്ലാഹു മായ്ച്ചു കളയുകയും ചെയ്യും. പക്ഷേ ഈ ഉമ്മത്തിന് ഈ ഒരു സവിശേഷത എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവൂല. അവന്റെ വീട്ടിന്റെ ഉമ്മറപ്പടിയിൽ നിന്ന് പള്ളിയിലേക്ക് വരൽ 1/2 കിലോമീറ്ററോ 1/4 കിലോമീറ്ററോ ദൂരം കാണും. പക്ഷെ ആ നടത്ത ഒരു ബുദ്ധിമുട്ടായതിന്റെ പേരിൽ ബാങ്ക് വിളിക്കുമ്പോൾ ആ വീട്ടിൽ തന്നെ മുസല്ല വിരിച്ച് നമസ്കരിക്കും. ഇപ്പോ വീട് വെക്കുമ്പോൾ ഒരു പ്രത്യേകമായ ഒരു റൂം, എന്ത് റൂം? നിസ്കാര റൂം. വീട് വെക്കുമ്പോൾ എന്ത് റൂം? നിസ്കാര റൂം. എന്തോ വലിയ കാര്യമായിട്ട് ആളുകൾ കാണുന്നത്. ഞാൻ അതിൽ വലിയ കാര്യമൊന്നും കാണുന്നില്ല. കാരണം എന്താ? ആണുങ്ങൾ നമസ്കരിക്കേണ്ടത് പള്ളിയിൽ, പെണ്ണുങ്ങൾ നമസ്കരിക്കേണ്ടത് വീട്ടില്. പെണ്ണുങ്ങൾക്കുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക, അതിന് വീട് മുഴുവനും വൃത്തിയാക്കിയിടുക, ബെഡ്റൂമിൽ നമുക്ക് നമസ്കരിക്കാം. അപ്പൊ നിസ്കാര റൂം എന്ന് പറയുമ്പോൾ അതെപ്പോഴും വൃത്തിയായി കിടക്കട്ടെ, ഉറങ്ങാൻ കിടക്കുന്ന റൂം അഴുക്ക് പിടിച്ച് കിടക്കട്ടെ എന്നല്ലേ അതിന്റെ അർത്ഥം വരുന്നത്. സൗകര്യം കിട്ടുമ്പോൾ വീട്ടിൽ തന്നെ നമസ്കരിക്കുക.
അത് അലസതയാണ്, അലക്ഷ്യമാണ്. ഇല്ല, പള്ളിയിലേക്ക് വരണം. അതിവന് ബുദ്ധിമുട്ട്. ആ ബുദ്ധിമുട്ട് മാറ്റിയെടുക്കലാണ് നമ്മുടെ ക്ലാസ്. ആ ബുദ്ധിമുട്ട് മാറ്റിയെടുക്കുക. നമസ്കരിക്കാൻ പഠിപ്പിക്കേണ്ട ആരെയും. നമസ്കരിക്കാൻ ആരെങ്കിലും പഠിപ്പിക്കണോ? മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി ഒരുത്തനോട് പറയേണ്ട കാര്യമില്ല. പക്ഷെ ആ മയ്യത്തിന്റെ പുറകെ വന്ന് ഒന്നുമെടുത്ത് പോയി നിസ്കരിക്കലാണ് ബുദ്ധിമുട്ട്. അപ്പൊ ഇവൻ സ്വയം മസല കണ്ടെത്തും. ഫർദ് കിഫായ അല്ലയോ? കുറെ പേരൊക്കെ നിസ്കരിക്കുമ്പോൾ അതങ്ങ് ശരിയാവും. പിന്നെ നമ്മൾക്ക് പിന്നെ അടുത്ത വെള്ളിയാഴ്ച പള്ളി പോകുമ്പം രണ്ടും കൂടെ ചേർത്ത് വെച്ചൊരു നിസ്കാരം ഉണ്ടല്ലോ, അവ എളുപ്പമുണ്ട്. പോയി മയ്യത്ത് കണ്ടിട്ട് പിന്നെ ഒരു അത്യാവശ്യം കടയിൽ ആരുമില്ല, അപ്പൊ ഞാൻ പോയിട്ട് വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് ഇവിടെ ഉസ്താദ് നിസ്കരിപ്പിക്കും, ആ കൂട്ടത്തിൽ ഞാനും പങ്കെടുത്തോളാം. എളുപ്പമുണ്ട്. നിസ്കരിക്കൽ എളുപ്പമാണ് സുഹൃത്തെ, ഈ നിസ്കരിക്കാൻ വരുന്ന കാര്യമാണ് ബുദ്ധിമുട്ട്. ഹജ്ജ് ചെയ്യൽ എളുപ്പമാണ്, ഹജ്ജിനുള്ള തയ്യാറെടുപ്പാണ് ബുദ്ധിമുട്ട്. അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നിന്റെ ഹജ്ജ് കബൂലിയത്താവുകയുള്ളൂ. നമസ്കാരത്തിന് മുമ്പുള്ള ഒരുക്കങ്ങൾ തയ്യാറെടുത്താൽ മാത്രമേ നമസ്കാരം കബൂലിയത്താവുകയുള്ളൂ. നമ്മൾ കരുതുന്നു മൂത്രം ഒഴിച്ചുടനെ ഓടിപ്പോയി ഒന്നും എടുത്തിട്ട് നിസ്കരിക്കാന്നില്ല. റുക്കൂഉം സുജൂദും ചെയ്യുമ്പോൾ ഓരോ തുള്ളി മൂത്രത്തിന്റെ ഓരോ തുള്ളി നിന്റെ അടിവസ്ത്രത്തിൽ വീഴും. അതോടുകൂടി നിസ്കാരം ബാത്തില്, നിന്റെ വുളൂ ബാത്തില്, പള്ളിയിൽ കയറിയത് തെറ്റ്, മൊത്തത്തിൽ പ്രശ്നം. നിന്റെ ബാഹ്യ വീക്ഷണത്തിൽ നോക്കുമ്പോൾ അല്ലാഹു അക്ബർ, പടച്ചോന്റെ മുന്നിൽ വലിയ ഖൗഫോട് കൂടി നമസ്കരിച്ചു. ഇല്ല, നമസ്കരിക്കൽ എളുപ്പം, നമസ്കാരത്തിന് തയ്യാറാകൽ ബുദ്ധിമുട്ട്. ഹജ്ജ് ചെയ്യൽ എളുപ്പം, ഹജ്ജിന് തയ്യാറാകൽ ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഹജ്ജ് ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെയോ തവാഫ് ചെയ്യുന്ന ഉസ്താദ് ഇപ്പൊ കാണിക്കാൻ പോവുകയാണ്, സഈ ചെയ്യുന്ന ഉസ്താദ് ഇപ്പൊ കാണിക്കാൻ പോവുകയാണ്, പിന്നെ മുൽത്തസിമി കെട്ടിപ്പിടിക്കുന്ന ഉസ്താദ് ഇപ്പൊ കാണിക്കാൻ പോവുകയാണ്, മഖാം ഇബ്രാഹിം നിസ്കരിക്കുന്ന ഉസ്താദ് ഇപ്പൊ കാണിക്കാൻ പോവുകയാണ്. അങ്ങനെ കുറെ സീൻ കാണാൻ വേണ്ടി തയ്യാറെടുത്ത് എല്ലാവരും ടിക്കറ്റ് എടുത്തിരിക്കുക. അങ്ങനെ ആരും ധരിക്കേണ്ട, അങ്ങനൊന്നും കാണിക്കാനും പോകുന്നില്ല. ആരും ധരിക്കും അപ്പൊ കാണും. എത്ര വിശാലമായ സ്ഥലമല്ലേ, ഉസ്താദ് ഇപ്പൊ ഓടുന്ന ഒന്ന് കാണാം, ഉസ്താദ് ഇപ്പൊ തവാഫ് ചെയ്യുന്ന ഒന്ന് കാണാം എന്ന് നമ്മൾ കരുതണ്ട. അതൊക്കെ എളുപ്പം, സിമ്പിൾ, വളരെ സിമ്പിൾ. അതൊന്നും ആർക്കും ഒന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. അതാത് സമയങ്ങളിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരാൻ അങ്ങോട്ട് പോയി ചെയ്യും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹജ്ജിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആദ്യം ആ കഅബയെ കുറിച്ചൊന്ന് മനസ്സിലാക്കുക. എന്താണ് കഅബ, എന്താണ് മക്ക, എന്താണ് മദീന, അതൊന്ന് മനസ്സിലാക്കുക. പണം കൊണ്ട് അമ്മാനമാടി ഇനിയും ധാരാളം ധനാഠ്യന്മാർ നമ്മുടെ മുന്നിലുണ്ട്. അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ 100 കണക്കിന് പ്രശ്നങ്ങളാണ് നമ്മുടെ മുന്നിൽ എടുത്തു വെക്കുന്നത്. 100 കണക്കിന് പ്രശ്നങ്ങൾ അവര് സ്വമേധയാ വ്യാഖ്യാനിക്കുന്നു. അടുത്ത വർഷം പോകാം, അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം? ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇല്ല, ഇത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ അറാദൽ ഹജ്ജ ഫൽയതഅജ്ജൽ. ഹജ്ജ് ചെയ്യാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ, അതിന് നിനക്ക് താല്പര്യമുണ്ടോ, അതിന് നിനക്ക് ആഗ്രഹമുണ്ടോ, ഫൽയതഅജ്ജൽ, ധൃതി വെച്ചത് ചെയ്തു തീർക്കുക. അത് പിന്നത്തേക്ക് നീ മാറ്റിവെക്കരുത്. ഹജ്ജിൽ ചെയ്യാനും ഹജ്ജിന് പോകാനും കഅബത്തുങ്കൽ പോകാനും മദീന കാണാനും മക്ക കാണാനും താല്പര്യമില്ലാത്ത എന്താ കഅബ അറിയില്ല. ഇന്നിപ്പോ നമ്മളൊരു കാഴ്ച വസ്തുവായിട്ട് നമ്മുടെ മുസല്ലയിലുണ്ട്, വീട്ടിന്റെ മതിലിലും കെട്ടിത്തൂക്കിയിട്ടുണ്ട്, വീട്ടിന്റെ ഷോക്കേഴ്സിലും കൊണ്ട് വെച്ചിട്ടുണ്ട്. എന്താ ഈ കഅബ? ഗൾഫിൽ നിന്ന് വരുമ്പോൾ 10 റിയാൽ കൊടുത്താൽ കിട്ടും ഒരു കഅബ. 10 റിയാൽ കൊടുക്കുമ്പോൾ കഅബയും കൊണ്ട് ഇവിടെ വീട്ടിൽ കൊണ്ടുവയ്ക്കുമ്പോൾ ആ കഅബ എന്ത് രസം കാണാൻ. ടിവിയുടെ മോളിൽ കൊണ്ടുവയ്ക്കും, ബർക്കത്തിറങ്ങട്ടെ ടിവിക്കകത്തോട്ട് കഅബയ്ക്കകത്ത് നിന്ന്, കാണാൻ എന്ത് രസം, വലിയ ബർക്കത്ത് അല്ലേ? അല്ല സുഹൃത്തുക്കളെ, കഅബയെ കുറിച്ച് മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്ന അവ്വല ബൈതിൻ വുളിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽആലമീൻ ഫീഹി ആയാതുൻ ബയ്യിനാതുൻ മഖാമു ഇബ്രാഹീം വമൻ ദഖലഹു കാന ആമിനാ ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين. ആദ്യത്തെ ഭവനമാണ് പടച്ച തമ്പുരാന് വേണ്ടി നെറ്റിത്തടം സമർപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ഗേഹങ്ങളിലെ പ്രഥമ ഗേഹമാണ് പരിശുദ്ധമായ കഅബ.
ഇന്ന അവ്വല ബൈത്ത്, ആദ്യത്തെ വീട് വുളിഅ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട വെക്കപ്പെട്ട വീട്, ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽആലമീൻ, മക്ക എന്ന പട്ടണത്തിൽ, മക്ക മുബാറകൻ വഹുദൻ ലിൽആലമീൻ. പിന്നെ പോകാമെന്ന് കരുതണ്ട, പിന്നീടാകാമെന്നും കരുതണ്ട. അല്ലാഹു തആല പറയുന്നു, ഈ വീട് ഞാൻ എന്തിനാണ് നിർമ്മിച്ചതെന്നറിയുമോ? മുബാറക, അനുഗ്രഹമായി, ബർക്കത്ത് കിട്ടാൻ. അള്ളാന്റെ ഭവനത്തിൽ പോകുന്നവൻ അല്ലാഹ് ബർക്കത്ത് കൊടുക്കും. ലോകത്തിന് ബർക്കത്തിന് വേണ്ടി, നിന്റെ കുടുംബത്തിൽ ബർക്കത്തിന് വേണ്ടി, നിന്റെ ജീവിതത്തിൽ ബർക്കത്തിന് വേണ്ടി, നിന്റെ സന്താനങ്ങളിൽ ബർക്കത്തിന് വേണ്ടി, നിന്റെ കച്ചവടത്തിൽ ബർക്കത്തിന് വേണ്ടി മാത്രമല്ല, വഹുദൽ ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവനും ഹിദായത്തിന്റെ ഗേഹമായി, ലോകത്തിന് മുഴുവനും സന്മാർഗം എത്തിച്ചു കൊടുക്കുന്ന കേന്ദ്രമായി അല്ലാഹു തആല മക്കയിൽ ഈ വീടിനെ നിർമ്മിക്കപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല നിർമ്മിച്ചു കളഞ്ഞു ഈ വീടിനെ പരിശുദ്ധമായ മക്ക മുക്കറമയിൽ. ലോകത്തിന് ഹിദായത്ത് ഒറ്റ ടിക്കറ്റ് കൊണ്ട് ലോകത്തുള്ള മുഴുവൻ പേരെയും കാണാനുള്ള തൗഫീഖ് എവിടെ പോയാൽ കാണാൻ പറ്റും? ഹജ്ജിനല്ലാതെ. ഒറ്റ ടിക്കറ്റ് അല്ലേ? എത്യോപ്യക്കാരെ കാണാം, നിഗ്രോക്കാരെ കാണാം, അഭിഷക്കാരെ കാണാം, മിസ്രികളെ കാണാം, ലണ്ടൻകാരെ കാണാം, അമേരിക്കക്കാരെ കാണാം, കറുത്തവരെ, വെളുത്തവരെ, മൂക്ക് ചപ്പിയവരെ, മുടി ചുരുണ്ടവരെ, മുടി ഇല്ലാത്തവരെ. പടച്ചവനെ, ഓരോരുത്തരൊക്കെ വസ്ത്രം ഇട്ടുകൊണ്ട് വരുന്നതാണ്. നമ്മളിവിടെ തലങ്ങണി ഉറയ്ക്ക് വേണ്ടി തയ്ക്കുന്ന തുണിയുണ്ടല്ലോ, അത് ഇട്ടുകൊണ്ട് ചുരിദാർ പോലെ ആണുങ്ങളൊക്കെ ഇട്ടുകൊണ്ട് നിസ്കരിക്കാൻ വരുന്നു. ഒക്കെയിൽ പോയി കാണാം. നമ്മൾ ഓർത്തും പടച്ചവനെ, നമ്മുടെ നാട്ടിൽ ജനലിന് വിരിപ്പായിട്ട് ഉപയോഗിക്കുന്ന തുണിയാണ് ഇത്. ഒരു വലിയ കാര്യമായിട്ട് ആ വസ്ത്രം നമ്മളൊക്കെ അന്വേഷിച്ചപ്പോൾ അവരൊക്കെ കല്യാണത്തിനിടുന്ന ഡ്രസ്സാന്ന്. ഏത്? തലയണ ഉറ. നമ്മൾ തലയണ ഉറയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വസ്ത്രം ഇട്ടുണ്ടവർ. അപ്പൊ ഇത് പല സൈസിന് നമുക്ക് കാണാം, പല സൈസ്, പല മോഡലിലെ സ്ഥലം. ഇതൊക്കെ ഒറ്റ ടിക്കറ്റ് കാണാൻ പറ്റിയത് മുസ്ലിം ഉമ്മത്തിന് മാത്രമല്ല, ലോകത്ത് ആർക്കും ഇങ്ങനെ ഒരു തൗഫീഖ് അല്ലാഹ് കൊടുത്തിട്ടില്ല. ഒറ്റ ടിക്കറ്റില് ഇത്ര പേരെ കാണാം. നിന്റെ അടുത്ത് വന്ന് നിസ്കരിക്കുന്നവര് എത്യോപ്യക്കാരനായിരിക്കും, മൊറോക്കോക്കാരനായിരിക്കും. നിന്റെ അടുത്ത് വന്ന് നിസ്കരിക്കുന്നത് വെള്ളോറം കല്ല് പോലെ വെളുത്തിരിക്കുന്ന വ്യക്തിയായിരിക്കും. ചിലപ്പോൾ മിസ്രി പെണ്ണായിരിക്കും അടുത്തൂടെ വരുന്നത്. ജീവിതത്തിൽ ഈത്തിക്കാ വരുന്നാൽ പോലും മിസ്രി പെണ്ണിനെ കേരളത്തിൽ കാണാൻ പറ്റൂല. നേരെ അവിടെ ചെല്ലുമ്പോൾ, നിന്റെ അടുക്കൽ വരുമ്പോൾ വരുന്നത് മിസ്രി പെണ്ണായിരിക്കും. തോണ്ടാനൊന്നും പറ്റത്തില്ല, തീർന്ന അവിടുത്തെ കാര്യം. ആ കാര്യം പ്രത്യേകം മനസ്സിലായിക്കോളിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായി നമ്മൾ അറിയിച്ച ഒറ്റ ഒരായത്ത്, പരിശുദ്ധമായ മക്ക മുക്കറമയിലേക്ക് ആരെങ്കിലും കയറി കഴിഞ്ഞാൽ, കളിയും ചിരിയൊന്നും അല്ല ഇത്, തമാശയൊന്നും അല്ല ഇത്, പരിശുദ്ധമായ മക്ക മുക്കറമയിലേക്ക് എവനെങ്കിലും കയറിയാൽ, وَمَن يُرِدْ فِيهِ بِإِلْحَادٍ بِظُلْمٍ نُذِقْهُ مِنْ عَذَابٍ أَلِيمٍ. പരിശുദ്ധമായ വീട്ടിലേക്ക്, എൻ്റെ ഭവനത്തിലേക്ക് വന്നുകൊണ്ട് ആരെങ്കിലും വല്ല അക്രമങ്ങളുമായി ബന്ധപ്പെട്ടാൽ, അനാവശ്യ നോട്ടം നോക്കിയാൽ, അനാവശ്യമായി അവർ പ്രവർത്തിച്ചാൽ, തൻ്റെ കണ്ണിനെ അവൻ സൂക്ഷിച്ചില്ല എങ്കിൽ, തൻ്റെ ഹൃദയത്തെ അവൻ ശ്രദ്ധിച്ചില്ല എങ്കിൽ, നുദിഖുഹു മിൻ അദാബിൻ അലീം, നാണം കെട്ട ശിക്ഷ നൽകി നിന്നെ നാം വേദനിപ്പിക്കും, രുചിപ്പിക്കും. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു തആല കല്ലി വല്ലി ഒന്നും നോക്കൂല. ഇവിടെ ഉത്സവത്തിന് പോയാലും, ചന്ദനക്കുടത്തിന് പോയാലും, മക്ബറയിൽ പോയാലും, പള്ളിയിൽ പോയാലും, മാർക്കറ്റിൽ പോയാലും, പെണ്ണുങ്ങളുടെ കൂടെ അവിടെ ഇവിടെയൊക്കെ പിന്നെ കല്യാണത്തിനൊക്കെ പോയാലും, എവിടെ നിന്നാലും എന്ത് ചെയ്യില്ല, അല്ലാഹ് ഒന്നും തിരിഞ്ഞു നോക്കൂല. പക്ഷേ ഈ ഒരു നിയത്തും വെച്ചുകൊണ്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോഴേ വീക്കും അല്ലാഹ്. സെക്കൻഡില് അവിടെ എത്തുന്നതിന് മുമ്പ് ഹജ്ജിന്റെ ഇഹ്റാമിന്റെ നിയത്തെത്തുമ്പോഴേ പെണ്ണും പിള്ളയെ മറന്നേക്കണം എന്നും പറഞ്ഞ് അങ്ങ് കളഞ്ഞിട്ട് പോകാനെന്നല്ല ചിന്ത. അല്ല, എന്നാ അവർ വരുന്നവർ പോലും ആ മുസ്ലിംകാർ എന്നെ മറക്കണം എന്ന് പറയുന്നത്, ഞാൻ വരുന്നില്ല ഹജ്ജിന് പറഞ്ഞുകളെ.
മനസ്സ് എന്ത് ചെയ്യാ? അള്ളാഹുമായുള്ള ബന്ധം. ഇവിടുത്തെ ഒന്നും അല്ല കാണാത്ത എന്താ? ഇവിടുത്തെ മുഴുവൻ അല്ല കാണാത്തതെന്നാണോ അതിന്റെ അർത്ഥം? അല്ല, ഇവിടുത്തെ ഒന്നും അല്ല കാണുന്നില്ല എന്നല്ല അതിന്റെ അർത്ഥം. ഇപ്പൊ പരീക്ഷാ ഹാളിൽ പരീക്ഷ നടക്കും. പരീക്ഷാ ഹാളിൽ പരീക്ഷ നടക്കുമ്പോൾ, SSLCയുടെ പരീക്ഷ നടക്കുന്നു, അതല്ലെങ്കിൽ +1-ൻ്റെയോ 2-ൻ്റെയോ അതിൻ്റെയൊക്കെ പരീക്ഷ നടക്കുമ്പോൾ നമുക്ക് പരിചയമുള്ള സാറായിരിക്കും അതിൻ്റെ നേതൃത്വം വഹിക്കുന്നത്. നമ്മൾ ഹാളിൽ ഇരുന്ന് പരീക്ഷ എഴുതുന്നു. ചിലപ്പോൾ ക്ലാസ് ടീച്ചർ ആയിരിക്കും, അതല്ലെങ്കിൽ ഇവരുടെ ഏറ്റവും അടുത്ത ബന്ധുവായിരിക്കും ഈ അധ്യാപകൻ. ഇതിങ്ങനെ കുട്ടികൾ ഇങ്ങനെ സാറിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു കുട്ടി വളരെ തെറ്റാണ് എഴുതി വെക്കുന്നത്. ഈ സാർ ഇങ്ങനെ നിന്ന് നോക്കുന്നു. സാറിനറിയാം, അധ്യാപകനറിയാം ഈ കുട്ടി എഴുതുന്നത് മുഴുവനും തെറ്റാണ് എന്ന്. അധ്യാപകൻ നോക്കി നിൽക്കുന്നു അടുത്ത്. ഈ കുട്ടി എഴുതുന്നത് തെറ്റാണ് എന്ന് വ്യക്തമായിട്ട് ഈ അധ്യാപകൻ അറിയാം. പക്ഷെ ആ അധ്യാപകൻ അവിടെ പറയാൻ കഴിയുമോ? കഴിയുമോ സുഹൃത്തുക്കളെ? നീ എഴുതുന്നത് തെറ്റാണ്, ഏയ് ശ്രദ്ധിച്ചെഴുത്, നോക്കി എഴുത്, വൃത്തിയായിട്ട് എഴുത്, ആലോചിച്ചെഴുത്, നീ എഴുതുന്നത് മൊത്തം തെറ്റാണ് എന്ന് പരീക്ഷാ ഹാളിൽ പരീക്ഷയ്ക്ക് നേതൃത്വം നൽകുന്ന ഏതെങ്കിലും ഒരു അധ്യാപകൻ അവിടെ പറയുമോ? പറയൂ? ഇല്ല. പക്ഷെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ആ പാഠശാലയിൽ ക്ലാസ് റൂമിലാണ് ഈ കുട്ടി മോശമായി തെറ്റ് ചെയ്തത് എങ്കിൽ തീർച്ചയായും ശിക്ഷിക്കും അധ്യാപകൻ. എഴുതിയത് തെറ്റാണ് എങ്കിൽ അധ്യാപകൻ ശിക്ഷിക്കും. എന്നതുപോലെ പടച്ച തമ്പുരാൻ നമ്മുടെ എല്ലാം കണ്ടോണ്ടിരിക്കുകയാണ്. നിങ്ങൾ കാണുന്നില്ല എന്ന് വിചാരിക്കണ്ട. ഇതിപ്പോ പരീക്ഷാ ഹാളാ, അതുകൊണ്ട് ഒന്നും മിണ്ടുന്നില്ല. അള്ളാന്റെ ക്ലാസ് റൂമിൽ നമ്മളെയൊക്കെ ഹാജരാക്കും. ആ സമയത്ത് പിടിച്ചോളും. വാല്യുവേഷനൊക്കെ കഴിഞ്ഞ് വരട്ടെ. പരീക്ഷയുടെ എല്ലാം പേപ്പറെല്ലാം കഴിഞ്ഞ് വാല്യുവേഷനൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ സംഭവം ക്ലിയർ ആയിരിക്കും എന്താന്നുള്ളത്. ഒന്നുകിൽ ഫരീഖും ഫിൽ ജന്ന, രണ്ടാമത് ഫരീഖും ഫിസ് സഈർ. നഊദു ബില്ലാഹ്, അല്ലാഹ് സ്വർഗ്ഗത്തിന്റെ അഹലുകാരാക്കട്ടെ. അപ്പോൾ നാം പറഞ്ഞു വന്ന വിഷയം, അള്ളാഹുവിന്റെ ഭവനത്തിൽ പോയി നമ്മുടെ ചിന്ത, കണ്ണ്, ഹൃദയം ഒന്നും മാറാൻ പാടില്ല. ഇത് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ പരീക്ഷണമാണ്. ഹജ്ജ് എന്ന് പറയുന്നത് വലിയ ഒരു പരീക്ഷണമാണ്. എന്താണ് ഈ പരീക്ഷണം? പടച്ച തമ്പുരാൻ നമ്മളെ കൊണ്ടുപോയി ഒരു തൊഴുത്തിലേക്ക് അഴിച്ചു വിടുകയാണ്. നമ്മളെ കൊണ്ട് അഴിച്ചു വിടുക ഒരു തൊഴുത്തിലേക്ക്. ഏത്? കുറെ മിസ്രി പെണ്ണുങ്ങള്, കുറെ മൊറോക്കക്കാരി പെണ്ണുങ്ങള്, സുന്ദരികളായ പെണ്ണുങ്ങള്, ആണുങ്ങള് എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു സദസ്സിൽ അടിവസ്ത്രം പോലുമില്ലാതെ കേവലം 2 വസ്ത്രം മാത്രം പൊതിഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൊണ്ടുപോയി ഇതാ കഴുകന്മാരുടെ ഇടയിലേക്ക് അങ്ങോട്ട് വിട്ടിരിക്കുകയാണ്. ഓഹ്, എന്ത് പരീക്ഷണം, എന്ത് പരീക്ഷണം! ബഹുമാനമുള്ള സഹോദരങ്ങളെ, സ്ത്രീകളുടെ ഔറത്ത് മുഴുവനും മറയ്ക്കുക എന്നുള്ളതാണ്. നമസ്കാരത്തിലാണ് മുഖവും മുൻകൈയും തുറന്നിടണമെന്ന് പറയുന്നത്. ഇഹ്റാമിന്റെ സമയത്ത് സ്ത്രീകൾ മുഖവും മുൻകൈയും തുറന്നിടണം. സൗദി പെണ്ണുങ്ങളടക്കം, അല്ലെങ്കിൽ നല്ല തഖ്വയുള്ള പെണ്ണുങ്ങളടക്കം, അവരെല്ലാവരും ഈ ഇതെന്താ മുഖം മുഴുവനും മൂടിക്കൊണ്ടാണ്, ബുർഖ ധരിച്ചു കൊണ്ടാണ് നടക്കുന്നത്. പക്ഷേ ഹജ്ജിന്റെ സമയത്ത് ഇഹ്റാമിന്റെ നീയത്ത് ചെയ്തു കഴിഞ്ഞാൽ ആ സഹോദരികളെല്ലാം മുഖം തുറന്നിടണം. അള്ളാഹുവിന്റെ കളി കണ്ടോ? അടച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല, കണ്ണ് മാത്രമേ കാണുള്ളൂ. നമ്മളിങ്ങനെ നോക്കുമ്പോൾ കുറേ ദുർഭൂതങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമൊന്നും വരില്ല. നമ്മൾ കണ്ടാലും നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാര്യങ്ങളും തോന്നൂല. എല്ലാം മൂടിക്കെട്ടി ഇങ്ങനെ പോകുന്നു. അത് എവിടുത്തെ ഉള്ളതാ, ആരാ, വെളുത്തതാന്നോ കറുത്തതൊന്നും നമ്മൾ നോക്കാറില്ല. പക്ഷേ മുഖം തുറന്നിടുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ആ വെളുപ്പോ സൗന്ദര്യമോ കാണുമ്പോൾ നമ്മളൊന്ന് നോക്കിപ്പോകും. അല്ലാഹ് ആ സമയത്താണ് സൂക്ഷിക്കേണ്ടത്. ഇവിടെയാണ് പരീക്ഷണം, ഇവിടെയാണ് പരീക്ഷണം. ഹജ്ജ് ചെയ്യൽ എളുപ്പമാണ്, ഹജ്ജ് ചെയ്യൽ എളുപ്പമാണ്. ഹാജിമാർ എയർപോർട്ട് മുതൽ സൂക്ഷിക്കേണ്ട കാര്യമാണിത്. ഇവിടെ നിന്ന് കയറുമ്പോഴേ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ മുന്നിലായിരിക്കും കൊണ്ട് നിർത്തുന്നത്. ഇഹ്റാമിന്റെ വേഷത്തിൽ നീയും ഇഹ്റാമിന്റെ വേഷത്തിൽ ഒരു സ്ത്രീയും നിന്റെ മുന്നിലേക്ക് വന്ന് നിൽക്കുമ്പോൾ ആ സന്ദർഭത്തിൽ നിന്റെ ശരീരത്തെ നിനക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും? അവിടെയാണ് അല്ലാഹു നിനക്ക് മാർക്ക് നൽകുന്നത്. ചിലപ്പോൾ അവളായിരിക്കും നിന്റെ കൂട്ടത്തിൽ തവാഫ് ചെയ്യുമ്പോൾ അവളുടെ പിന്നിലായിരിക്കും നീ. തവാഫ് ചെയ്യുമ്പോൾ അവളുടെ വലത്